സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ക്യാൻറ്റീൻ കാർഡ് SDPI നേതാവ് ഉപയോഗിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെ കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിൽ. PFI SDPI ബന്ധമുള്ള പോലീസുകാരെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനിടെ പെരുമ്പാവൂർ ASPയുടെ പേരിൽ വ്യാജ ഇമെയിൽ സൃഷ്ടിച്ച സംഭവത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നു. ജിജീഷ്, പോലീസിൽ ഇപ്പോഴും പച്ചവെളിച്ചം കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതിന് തെളിവല്ലേ ഇത്? കൃഷ്ണ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു വിഭാഗം പോലീസിൽ ഇത്തരത്തിൽ പച്ചവെളിച്ചം ഗ്രൂപ്പുകൾ നേരത്തെ എങ്ങനെയാണോ അത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത് അതുപോലുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പല ഘട്ടങ്ങളിലും സംസ്ഥാന ഇന്റലിജൻസ് അടക്കം വിവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥനായി ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥരുണ്ട്. അത്തരത്തിൽ വിവരങ്ങൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് കൈമാറിയ ആളുകളുണ്ട്. ഒപ്പം തന്നെ SIT അടക്കം സ്പെഷ്യൽ അന്വേഷണ സംഘങ്ങളെ കുറിച്ച് ആരെല്ലാമാണ് അതിന്റെ തലപ്പത്തുള്ളത്, ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് ഇത്തരം അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നെല്ലാം വിവരങ്ങൾ ചോർത്തി നൽകിയ സംഭവങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ പോലും ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുന്നില്ല. വിവരങ്ങൾ ചോർത്തി നൽകുന്ന അല്ലെങ്കിൽ പച്ചവെളിച്ചം ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം ഗ്രൂപ്പുകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇത്തരത്തിൽ ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. അത് സാധാരണ നിലയിൽ ഒരു ക്യാൻറ്റീൻ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പെരുമ്പാവൂരിലെ പോലീസ് ക്യാൻറ്റീനിൽ ചെന്നു എന്നതിന് അപ്പുറം കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി SDPI നേതാക്കളും അല്ലെങ്കിൽ മുൻ PFI നേതാക്കളും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധങ്ങൾ, രഹസ്യബന്ധങ്ങൾ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി പോലും അടുത്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരുടെ ചെലവിൽ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും അല്ലെങ്കിൽ അതിനുള്ള കാർഡുകൾ പോലും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന നിലയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. അങ്ങനെയാണ് ഈ കാർഡ് ദുരുപയോഗം ചെയ്ത SDPI നേതാവ് ആ കാർഡ് ദുരുപയോഗം ചെയ്ത് പെരുമ്പാവൂരിലെ പോലീസ് ക്യാൻറ്റീനിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ ASIയുടെ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല ഇതേ രീതിയിൽ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് SDPI നേതാക്കളുമായും PFI നിരോധിത ഭീകര സംഘടനയായ PFI നേതാക്കളുമായും എല്ലാമുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇത് ഗൗരവമായി തന്നെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം സംസ്ഥാന പോലീസിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെ കോട്ടയം സൈബർ സ്റ്റേഷനിലെ ഗ്രേഡ് SI റിജുമോനെയായിരുന്നു ആദ്യം സസ്പെൻഷനിലായത്. 2023 സെപ്റ്റംബറിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ SAT ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങളായിരുന്നു ചോർത്തി നൽകിയത്. PFI ഭീകരർക്ക് ചോർത്തി നൽകിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെ സംസ്ഥാന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പോലീസ് ഒരു നടപടിക്ക് തയ്യാറായത്. അന്ന് റിജിമോനെതിരെ DIG സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. സമാനമായി തന്നെയുള്ളൊരു സംഭവം അതിന് മുന്നേയും സംഭവിക്കുകയും ചെയ്തു. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് പോലീസ് സംവിധാനത്തിൻ്റെ വലിയൊരു അല്ലെങ്കിൽ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്ന അതിനെ നിലനിർത്താൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലീസ് സേനയിലാണ് ഇത്തരത്തിൽ അച്ചടക്ക രാഹിത്യങ്ങൾ തുടർച്ചയായി തന്നെ ആവർത്തിക്കുന്നത്. ഇത് സാധാരണ നിലയിലുള്ള ഒരു അച്ചടക്ക രാഹിത്യം എന്നതിന് അപ്പുറം രാജ്യവിരുദ്ധതയും ഒപ്പം തന്നെ രാജ്യത്തെ അന്വേഷണ സംഘങ്ങൾക്ക് എതിരായ നീക്കങ്ങളും എല്ലാമായി മാറുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം ഇവിടെയെല്ലാം തന്നെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന സംവിധാനം അല്ലെങ്കിൽ അവർക്ക് വിവരങ്ങൾ ചോർത്തി നൽകുന്ന ആളുകളായി ഏതാനും ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെന്റിൽ മാറുന്നു എന്നത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. വിശദമായ ഒരു അന്വേഷണം രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മാത്രമല്ല സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെ പോകേണ്ട ഒരു വസ്തുതയുമായി അത് മാറുന്നു. കാരണം ഇത്തരത്തിൽ ചോർത്തി നൽകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഉദ്യോഗസ്ഥരെ കുറിച്ച് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘങ്ങൾ ചില കേസുകൾ അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ കേസുകളുമായി ബന്ധപ്പെട്ടും രാജ്യവിരുദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ടും എല്ലാമുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആരെല്ലാമാണ് ഏതെല്ലാമാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്, അതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്, ആ ടീമിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്നെല്ലാമുള്ള വിവരങ്ങൾ ആർക്കെതിരെയാണോ അന്വേഷണം എത്തിച്ചേരാൻ സാധ്യതയുള്ളത്, ആരിലേക്കെല്ലാമാണ് അന്വേഷണം എത്തുന്നത്, അവരെയെല്ലാം അറിയിക്കുന്ന ഒരു സംവിധാനമായി രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥർ മാറുന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പോലീസ് പറയുന്ന ഘട്ടത്തിൽ പോലും അതിൻ്റെ ഗൗരവം അത് തന്നെയാണ് വർദ്ധിപ്പിക്കുന്നത്. അങ്ങനെ ചോർത്തി നൽകി ആ ഉദ്യോഗസ്ഥരെ പിന്നീട് ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുക എല്ലാം ചെയ്യുന്ന ഈ ഭീകരവാദികൾ
അവരെ നിരീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് പിന്നീട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥർ ആരെല്ലാമാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ചോർത്തി നൽകുന്നത്. ഒപ്പം തന്നെയാണ് ദേശീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളെയും ലക്ഷ്യം വയ്ക്കുന്ന ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായകരമായ ചട്ടുകമായി കൂടി ഉദ്യോഗസ്ഥരിൽ ചിലർ മാറുന്നുണ്ട്. അങ്ങനെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്താക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി തന്നെ ഈ സംവിധാനങ്ങൾക്ക് ചോർത്തി നൽകുന്നത്. ആരെല്ലാമാണ് ഓരോ പ്രദേശത്തെയും സംഘത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത്, അവർ വഹിക്കുന്ന ചുമതലകൾ എന്തെല്ലാമാണ്, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ എങ്ങനെയെല്ലാമാണ് എന്നത് സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഒരു സംവിധാനം തന്നെയായി പോലീസ് മാറുന്നു. ഈ രണ്ട് സംവിധാനങ്ങൾക്കും ഒപ്പമാണ് SDPI നേതാക്കൾക്ക് കുഴലൂത്ത് നടത്തുന്ന രീതിയിലേക്ക്, അവർ പറയുന്നത് എന്തും അവർക്ക് സാധിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക്, അവർക്ക് തങ്ങളുടെ കൈവശമുള്ള തങ്ങൾ കൃത്യമായി അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അത് എങ്ങനെയാണോ പരിപാലിക്കേണ്ടത് അതിന് വിപരീതമായി കയ്യിലുള്ള ഇത്തരത്തിലുള്ള കാർഡുകളടക്കം കൈമാറിക്കൊണ്ട് അവർക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമൊരുക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം മാത്രമല്ല, ഇതിനു മുമ്പ് ഇവർ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ദൃഢമായ ഒരു ബന്ധമുണ്ട്. അതുകൂടിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അങ്ങനെ മുമ്പ് എന്തെല്ലാം വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ടാകാം SDPI നേതാക്കൾക്ക്, എന്തെല്ലാം വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ടാകാം എന്നത് സംബന്ധിച്ചെല്ലാം തന്നെയുള്ള സമഗ്രമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യതകൾ തന്നെയാണ് തെളിയുന്നത്. പ്രത്യേകിച്ച് റൂറൽ മേഖലയിലാണ് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ പോലീസിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. പെരുമ്പാവൂർ മേഖല അത് ബംഗ്ലാദേശികളുടെ നുഴഞ്ഞേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ കേന്ദ്രമാണ്. PFI നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ശക്തി കേന്ദ്രമാണ്. ഒപ്പം തന്നെ PFIയുടെ രാഷ്ട്രീയ സംഘടനയായി ഇപ്പോഴും നിരോധനമില്ല എന്നതിൻ്റെ പേരിൽ മാത്രം നിലനിന്ന് പോകുന്ന SDPIയുടെ ശക്തി കേന്ദ്രങ്ങൾ ഉള്ളതാണ് ഈ മേഖലകളെല്ലാം. ആലുവയാണെങ്കിലും പെരുമ്പാവൂരാണെങ്കിലും സമീപ ഭാഗങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളായി നിൽക്കുമ്പോൾ ആ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ് കൃത്യമായി അവരിൽ പലരും വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നത്. ഇതൊരു കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്കും അനുബന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും എല്ലാം തന്നെ ചോർന്ന് ലഭിക്കുന്നുണ്ട്. വയർലെസ്സിലൂടെയുള്ള സന്ദേശങ്ങളടക്കം ഒപ്പം തന്നെ മറ്റു സന്ദേശങ്ങളടക്കം തന്നെ ഇത്തരം ചോർത്തി നൽകുന്ന ഉദ്യോഗസ്ഥരിലേക്കാണ് അന്വേഷണം എത്തുന്നത്. ഇവിടെ ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. SP അടക്കം റൂറൽ SP അടക്കം ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു പോലീസുകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച് ആൾ എങ്ങനെയുള്ള പശ്ചാത്തലമായിരുന്നു, മുമ്പ് സമാനമായ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തി നൽകാൻ കഴിയുന്ന നിർണായകമായ തസ്തികകളിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ ASIയെ ഇരുത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും, അതായത് ക്യാൻറ്റീൻ കാർഡ് SDPI നേതാവിന് ഉപയോഗിക്കാൻ കൊടുത്തതും പെരുമ്പാവൂർ ASPയുടെ പേരിൽ വ്യാജ ഇമെയിൽ സൃഷ്ടിച്ചതും ഒരേ ഇടത്താണ്, അതായത് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ്. അതായത് എന്തുകൊണ്ട് പെരുമ്പാവൂർ പച്ച വെളിച്ചത്തിൻ്റെ കേന്ദ്രമാകുന്നു? പെരുമ്പാവൂർ മേഖലയാണെങ്കിലും സമീപ ഭാഗങ്ങളിൽ ആണെങ്കിലും തന്നെ ഒരു 3-4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ഒരു ഭീകരവാദ ശക്തികൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ തമ്പടിക്കുന്ന ചില മേഖലകൾ എങ്കിലുമുള്ള ഒരു പ്രദേശങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വലിയൊരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളിലെ വീഴ്ചയും എല്ലാം തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി എത്തി താമസിക്കാൻ അവർക്ക് സുരക്ഷിത കേന്ദ്രമായി അവർ കണ്ടിരുന്നത് പെരുമ്പാവൂരിന്റെ മേഖലകളിലാണ്. കാരണം വിവിധ ഭാഷാ തൊഴിലാളികൾ തങ്ങുന്ന ഒരു കേന്ദ്രങ്ങളാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് തൊഴിലെടുക്കുന്ന ആളുകൾ നിരവധിയുണ്ട്. അവരിൽ ബംഗാളികളുണ്ട്, ഒറീസക്കാരുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളെല്ലാം ഉണ്ട്. അവർക്കൊപ്പം ചേർന്ന് തങ്ങൾ ബംഗാളികളാണ് എന്ന വ്യാജേന അവർ തങ്ങുമ്പോൾ പോലും അവരിലേക്ക് എത്തുന്ന അന്വേഷണം നടത്താനോ ഈ ബംഗാളികളും ഒറീസക്കാരും അല്ലാത്ത ബംഗ്ലാദേശികൾ ആരെല്ലാം ഉണ്ട് എന്ന് കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടികൾ ശക്തമാക്കാനോ പോലീസ് ഒരു ഘട്ടത്തിലും ശ്രമിച്ചിരുന്നില്ല. നിരന്തരമായി ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുകയും അത് ബംഗ്ലാദേശികളാണ് എന്ന് വ്യക്തമാവുകയും ചെയ്ത ഘട്ടത്തിൽ ഒരിക്കൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു നടപടി ഉണ്ടായിരുന്നത്. ആ ഒരു നടപടിക്കിടെ മാത്രം 40-ലധികം പേരെ പിടിക്കാൻ പെരുമ്പാവൂർ മേഖലയിൽ റൂറൽ പോലീസിന് കഴിയുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് പോലീസ് അവിടെ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നില്ല. അതോടൊപ്പം തന്നെയാണ് നിരോധിത ഭീകര സംഘടനയ്ക്ക് ഇപ്പോഴും ശക്തി കേന്ദ്രങ്ങളായ നിരവധി ഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ട്. അത് തന്നെയാണ് നേരത്തെ നമ്മൾ നൽകിയ ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട് SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പേരിൽ ബസ് സ്റ്റോപ്പുകൾ പോലും നിരോധനത്തിന് 3-4
14 വർഷത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നത് അതൊരു വസ്തുതയായിരുന്നു. പിന്നീട് ജനൻ TV ആ വാർത്ത നൽകിയതിന് ശേഷം മാത്രമാണ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ പേര് മാറ്റിയെടുത്തത്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അക്കാര്യങ്ങൾ ഒന്നും തന്നെ അതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തുടർച്ചയായി ഈ വാർത്ത ജനൻ TV സംപ്രേഷണം ചെയ്തതോടുകൂടി അത് ചർച്ചയായ ഘട്ടത്തിൽ മാത്രമാണ് നിരോധിത ഭീകര സംഘടനയുടെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് പ്രവർത്തിക്കുന്ന, രാജ്യത്തിനകത്തൊരു ബസ് സ്റ്റോപ്പ് പ്രവർത്തിക്കുന്നത് മാറ്റാൻ പോലുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായത്. അങ്ങനെ ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ പോരായ്മകൾ, അവരുടെ വീഴ്ചകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ വളർന്നു വരുന്നത്. അവർ പല ഭാഗങ്ങളിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനത്തിന് ശേഷം നിരവധി രഹസ്യ യോഗങ്ങൾ പല ഭാഗങ്ങളിൽ നടന്നിരുന്നു. അത്തരത്തിൽ രഹസ്യയോഗങ്ങൾ നടന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരുമ്പാവൂരും ആലുവയും എല്ലാം തന്നെ. നിരോധനത്തിന് ശേഷം എങ്ങനെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, സംഘടനയുടെ രാജ്യവിരുദ്ധ നീക്കങ്ങൾ എല്ലാം എങ്ങനെ, ആശയങ്ങളെല്ലാം എങ്ങനെ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു ആ നിരോധനത്തിന് ശേഷം പല ഭാഗങ്ങളിൽ ചേർന്ന രഹസ്യ യോഗത്തിലൂടെ PFIയുടെ നേതാക്കളും PFIയുടെ സാധാരണ ഭീകരവാദ ഗ്രൂപ്പുകളും എല്ലാം തന്നെ ആലോചിച്ചത്. അതിനവർ കണ്ട ഒരു മറ എന്ന് പറയുന്നത് നിരോധനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറുക എന്നത് തന്നെയാണ്. തങ്ങൾ ഒരു വ്യക്തികൾ എന്ന നിലയ്ക്ക് അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തങ്ങളെയെല്ലാം പിന്തുണക്കുന്ന, തങ്ങളെ രഹസ്യമായോ പരസ്യമായോ പിന്തുണക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ ഭാഗമായി മാറുക എന്നത് തന്നെയായിരുന്നു. അങ്ങനെയാണ് PFI ഭീകരവാദികളിൽ ക്യാൻറ്റീൻ കാർഡ് SDPI നേതാവ് ഉപയോഗിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെ കൂടുതൽ പോലീസുകാർ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, പെരുമ്പാവൂർ ASPയുടെ പേരിൽ വ്യാജ ഇമെയിൽ സൃഷ്ടിച്ച സംഭവത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.